ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് കാണുന്ന എല്ലാവർക്കും ഞാൻ ആദ്യം തന്നെ എൻ്റെയും എൻ്റെ ഫാമിലിൻ്റെയും ഈദ് വിഷസ് അറിയിക്കുകയെന്ന്. അപ്പോൾ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ പോലെ തന്നെ ഈ ഒരു പെരുന്നാളും നമ്മൾക്ക് ആഘോഷങ്ങളും ആർഭാടങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾക്ക് ഒരു ചെറിയ രീതിയിൽ സന്തോഷം പങ്കുവെക്കാം, അത്രയേ ഉള്ളൂ. വലിയ പെരുന്നാളുണ്ട്, അതായത് ബലി പെരുന്നാളിൻ്റെ തലേന്ന് അറഫ നോമ്പാണ്, അതായത് ഒരുപാട് പുണ്യമുള്ള നോമ്പാണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കഴിയുന്നതും ഈ ഒരു നോമ്പ് എടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോമ്പ് ഉണ്ടായിരുന്നു. ഇന്നത്തെ നോമ്പ് ഒരു സ്പെഷ്യലും ഇല്ല കേട്ടോ. സാധാരണ ഒരു ജ്യൂസും വെള്ളം പിന്നെ ഈത്തപ്പഴം അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ കാര്യമായിട്ട് ഫുഡ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ച് വളരെ ലേറ്റായിട്ട് നോമ്പ് മുറിച്ചു. പിന്നെ നോമ്പൂറയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഇത് ഡിന്നറിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഈസി ആൻഡ് സിമ്പിളായിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. കുബൂസിനായാലും പൊറോട്ടയ്ക്ക് ചപ്പാത്തിക്ക് ഇതിനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ചിക്കൻ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ കവറൊക്കെ അഴിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, അതാണ് കാര്യമായിട്ടുള്ള പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനെൻ്റെ കഴിഞ്ഞൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു തൃക്കരിപ്പൂർ സ്റ്റൈലിലുള്ള സംസാരമുള്ളൊരു വ്ളോഗ്. അപ്പോൾ അതിൽ ചിക്കൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമിൽ ചെറിയ കത്തി ഉപയോഗിച്ചിട്ട് ഹസ്ബൻഡ് കാട്ടിയത്. അപ്പോൾ 2-3 പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നല്ല കത്തി വാങ്ങിച്ചുകൂടെ ആദ്യം. സത്യം പറഞ്ഞാൽ അതിങ്ങനെ ആ ഒരു ചെറിയ കത്തി കൊണ്ട് ഇങ്ങനെ ഈ ചിക്കൻ കട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ചില ആൾ പറഞ്ഞത് അത് കണ്ടിട്ട്. അപ്പോൾ ഏതായാലും ആ ഒരു വീഡിയോ കഴിഞ്ഞ് ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ടൊരു കത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമുക്ക് ചെയ്യണം നാളെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരിക്കും, പക്ഷെ ആരെങ്കിലും പെട്ടെന്നൊന്ന് ഓർമ്മപ്പെടുത്തുമ്പോഴാണ് നമ്മളതൊന്ന് സ്പീഡപ്പ് ആക്കൽ. അപ്പോൾ ഏതായാലും എൻ്റെ ആ ഒരു വ്യൂവർ അല്ലെങ്കിൽ 2-3 പേര് പറഞ്ഞ കാരണം പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി കത്തി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, കാരണം ചിക്കനും കുറച്ചധികം തന്നെ ഉണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഏകദേശം 2.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചധികം തന്നെ ഉണ്ടാക്കണമായിരുന്നു. എണ്ണയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വലിയ ജീരക ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് എണ്ണയിലേക്ക് ഇടുമ്പം തന്നെ നല്ലൊരു മണമായിരിക്കും, പ്രത്യേകിച്ച് ജീരകത്തിൻ്റെ മണം പറയണ്ടല്ലോ. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ജീരകം പെട്ടെന്ന് തന്നെ മൂത്ത് വരും. അപ്പോൾ അധികം ഇവിടെ വെച്ചിരുന്നത് അതും കരിഞ്ഞു പോകും. അപ്പം ജീരകം ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു 5 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, മീഡിയം സൈസിലുള്ള. അപ്പോൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിന് കണക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുക ഉള്ളി. അപ്പോൾ ഉള്ളി കുറച്ചധികം തന്നെ എപ്പോഴും വേണം. ഉള്ളി കുറഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു ഗ്രേവിയിലൊരു ബർക്കത്ത് കാണൂല, വെറും പീസ് മാത്രമായി പോവും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പൊറോട്ടയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഗ്രേവി എന്തായാലും വേണം, അതിന് കുറച്ചധികം തന്നെ ഉള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഉള്ളി അവിടെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വേണ്ട തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുള്ളത്. സ്ലൈസായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അടച്ച് വെച്ചുകൊണ്ട്. ഇനി അതൊന്ന് ഇളക്കിക്കൊടുത്ത് അതിലേക്ക് നമ്മൾ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ല ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ തന്നെ ചേർക്കുന്നത്. പിന്നെ ഉപ്പും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 തക്കാളിയും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലൊരു തുള്ളി വെള്ളം ചേർക്കുന്നില്ല. ചിക്കൻ ഇപ്പോൾ അധികം ഉള്ളത് കാരണം ചിക്കനിൽ തന്നെ ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും തന്നെ നന്നായി ഒന്ന് വെള്ളം കോറി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അതിൻ്റെ അടിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അതിൻ്റെ മസാലയൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഹൈ ഫ്ലെയിമിലിട്ടാൽ തന്നെ കണ്ടില്ലേ ഫുള്ള് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കുന്ന കാരണം നന്നായി ആ ഉള്ളിയും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ്. പിന്നെ കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഇതിലേക്ക്.
ഇപ്പോൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല, ഇഞ്ചി മാത്രമേ ചേർക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ ചിക്കൻ കറിയിലൊക്കെ വെളുത്തുള്ളിയും കൂടി ചേർക്കാറുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ എരിവില്ലാത്തത് ചേർക്കാം, കാരണം പച്ചമുളകിൻ്റെ ആവശ്യത്തിലധികം ചേർത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഏകദേശം ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി മസാല എല്ലാം കൂടി ഒന്ന് ഇളക്കി അടച്ച് വെക്കാണ്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. അതായത് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും മസാലയോ പൊടികളൊക്കെ ഇട്ടാൽ അപ്പം തന്നെ അടച്ച് വെക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ വെന്ത് നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഉപ്പ് കറക്റ്റാണെന്ന് മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവി എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് കണക്കായിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ ഇത്രയും ആവശ്യമില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതൊന്ന് സെറ്റായിട്ടുണ്ടാവും. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന സിമ്പിൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി മാത്രമേ ഉണ്ടായതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ടേബിളിലെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ മുറ്റത്ത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ റെഡിയാക്കി ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് വന്നതാണ്. മോന് മുടി മുറിക്കുകയെന്ന് ഇവിടുന്ന്. പിന്നെ ഇതാ അകത്ത് മോളിത മൈലാഞ്ചിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവളും അവളെ ഫ്രണ്ടും നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെരുന്നാളിന് കുട്ടികളെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. മൈലാഞ്ചി ഇടുക, പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ. പിന്നെ എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കൽ, ഒരു കുഞ്ഞ് ചോക്ലേറ്റ് ആയാലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതാ ഒരു കുഞ്ഞ് കേക്ക് മുറിയൊക്കെ ഉണ്ട്. ഫാത്തിമാൻ്റെ സ്പെഷ്യൽ കേക്കാണ്. തലേന്ന് രാത്രിയത്തെ അവസാനത്തെ പരിപാടി എപ്പോഴും നമുക്ക് മൈലാഞ്ചി ഇടലായിരിക്കും കിടക്കുന്നതിന് മുമ്പേ. അപ്പോൾ ഞാനിതൊന്നും എനിക്കറിയുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തൊന്നുമില്ല. അപ്പോൾ മക്കളൊക്കെ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വലിയ പെരുന്നാളിൻ്റെ തലേന്നുള്ള വിശേഷം. അപ്പോൾ വ്ളോഗ് കുറച്ചായിട്ടിട്ട്, അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു വ്ളോഗ് ഇടണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചത്. എന്നാൽ പോലും ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കൊറോണയല്ല ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ വീഡിയോ ഇടണോ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് കൊറോണയാണെന്ന് വിചാരിച്ച് നമ്മൾ സെൽഫ് കെയറാണ് വേണ്ടത്. അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നായിട്ട് കെയർ ചെയ്യുക. അല്ലാണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന ഫുഡ് കഴിക്കുന്നതും പിന്നെ പെരുന്നാളാകുമ്പം നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ കെയർ ചെയ്തുകൊണ്ട് പുറത്തൊന്നും പോകാണ്ട് ചെറിയ രീതിയിൽ നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ആഘോഷിക്കുക. പെരുന്നാൾ എന്ന് പറയുന്നത് ആഘോഷിക്കാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യത്തിനനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നമ്മളെ വീട്ടിലിരുന്ന് സന്തോഷിക്കുക. അത്രമാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ.
പിന്നെന്താ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഒരു ലൈക്ക് തരാൻ മറക്കില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.